ഈ തിങ്കളാഴ്ചകളിൽ പൊതുവേ നമുക്ക് മടി കുറച്ച് കൂടുന്നാ പറയാ. ആ മടി ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടി ഇന്ന് രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു. എനിക്ക് ആരോഗ്യം ഉണ്ടായിരിക്കുക എന്നുള്ളത് എന്റെ മാത്രം ആവശ്യം എന്നുള്ള മുദ്രാവാക്യം മനസ്സിൽ 2-3 തവണ ഉറക്കെ വിളിച്ച് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മളിത് ജിമ്മിലെത്തി. മുന്നത്തെ പോലെയൊന്നും അല്ല, ഒരു 1-1.5 കൊല്ലം അനങ്ങാതെ ഇരുന്നതിന്റെ എല്ലാ നെട്ടും ബോൾട്ടും ലൂസായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കണം. ഇച്ചിരി സമയം എടുക്കും. ഇന്നത്തെ കസർത്ത് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വീട്ടിൽ പോവാം. ഡെയിലി ജിമ്മിൽ വരാൻ എങ്ങനെയാ സമയം കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു കാൽക്കുലേഷനും പ്രയോറിറ്റൈസിങ് ഒക്കെയാണ്. അത്ര എളുപ്പമായിട്ട് ചെയ്യൊന്നുമല്ല. യുവി ബോയ് ഉറക്കത്തിലാണെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അതുകൊണ്ട് നമുക്ക് ശബ്ദം ഉണ്ടാക്കാതെ അകത്ത് കയറാം. വിശന്ന് വയറ് കത്തി ഒരു പരുവായിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുള്ളത്. പെട്ടെന്ന് നമുക്കൊരു ലഞ്ച് ഉണ്ടാക്കാം. ഇന്ന് നമുക്ക് ഉച്ചഭക്ഷണം ഒരു കൊറിയൻ ചിക്കൻ റാപ്പാണ്. നമുക്ക് ആദ്യം ചിക്കന്റെ മാരിനേഷൻ റെഡിയാക്കിയാലോ. കുറച്ച് ഗാർലിക് അണിയൻ പൗഡേഴ്സ്, കുരുമുളക് പൊടി, ഗോച്ചുങ്യാൻ, ഇതൊരു കൊറിയൻ സോസ് ആണ്. പിന്നെ വൈറ്റ് സെസമി സീഡ്സ്, നമ്മുടെ വെള്ള എള്ളില്ലേ, അതും സോയാ സോസും വെളുത്തുള്ളിയും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി അത് നേരെ ചിക്കനിലോട്ട് ഇടുക. തിരിച്ചു മറച്ചുവിട്ട് നല്ലോണം തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക. കുറച്ചു നേരം അങ്ങനെ മാറ്റി വെച്ചാൽ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ ഇന്ന് എനിക്കതിനുള്ള ക്ഷമയും സമയവും ഇല്ലാത്തത് കാരണം നേരെ 20 മിനിറ്റ് എയർ ഫ്രയറിലോട്ട്. ഇനി സാലഡിന് വേണ്ടി കുറച്ച് കക്കരിക്കും ക്യാരറ്റും കാബേജും സവാളയും ചെറുതാക്കി അരിഞ്ഞ് അതിലോട്ട് കുറച്ച് റൈസ് വിനീഗറും സിറാച്ച സോസും എള്ളും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി കുറച്ച് യോഗോട്ടും ലൈറ്റ് മയോയും ചേർത്ത് സോസ് ഉണ്ടാക്കാം. ഇനി എയർ ഫ്രൈ ചെയ്ത ചിക്കൻ കട്ട് സ്മോൾ പീസസ്, അത്രേ ഉള്ളൂ. ഇനി ഒരു ടോർട്ടിയ എടുത്ത് വെജീസും ചിക്കനും സോസും വെച്ചതിന് ശേഷം നല്ലോണം റാപ്പ് ചെയ്യുക, കഴിക്കുക. ഇത് ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചായിരുന്നു, പക്ഷെ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചിരുന്നില്ല. ആ കൊറിയൻ ഫ്ലേവറൊക്കെ നന്നായി വന്നിട്ടുണ്ടായിരുന്നു.